Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing module 3. In module 3, today we are entering to vector diagrams or phasor diagrams of a transformer. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിന്റെ ഫേസർ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ലോഡ് വരുമ്പോഴെങ്ങനെ, നോ ലോഡ് വരുമ്പോഴെങ്ങനെ, ലോഡിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോഡിന് എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. നോ ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് ഒന്നും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല സെക്കൻഡറിയിൽ. ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഇൻപുട്ട് V1, പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF E1, പ്രൈമറിയിലൂടെ പോകുന്ന കറണ്ട് I0. I0 ഇസ് ദ കറണ്ട് വെൻ ട്രാൻസ്ഫോമർ ഈസ് ഓൺ നോ ലോഡ്. നോ ലോഡിലാവുമ്പോൾ പ്രൈമറി ഉള്ള കറണ്ടാണ് I0. N1 is the primary number of turns and E2 is the secondary EMF and N2 is the secondary number of turns and V2 is the secondary terminal voltage. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ ഐഡിയൽ ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലെ വ്യത്യാസം? കൃത്യമായിട്ടുള്ള അയൺ ലോസുകൾ ഉണ്ടാവും, ബൈൻഡിങ് റെസിസ്റ്റൻസ് കാരണമുള്ള ലോസ് ഉണ്ടാവും, മാഗ്നറ്റിക് ലീക്കേജ് ഉണ്ടാവും, അത് കാരണം ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുകൂടാതെ അയൺ ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതൊക്കെയാണ് ഈ അയൺ ലോസ് എന്ന് പറയുന്നത്? ഹിസ്റ്റീരിസിസ് ലോസും എഡി കറന്റ് ലോസും ചേരുന്നതാണ് അയൺ ലോസ്. ഓക്കെ, ആ രണ്ട് ലോസും ചേരുന്നതാണ് നമ്മുടെ അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ആക്ച്വലി പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വളരെ വളരെ കുറവാണ്. അത്രയും വലിയൊരു വാല്യൂ വരുന്നില്ല. ലോസ് പൊതുവെ ട്രാൻസ്ഫോമറിന്റെ കേസിൽ കുറവാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് നമ്മൾ വിളിക്കുന്നത്? ഹൈലി എഫിഷ്യന്റ് ആയ മെഷീൻ എന്ന് വിളിക്കുന്നത്. സ്റ്റേഷനറി മെഷീൻ ആണ്. കോപ്പർ ലോസും കോർ ലോസും മാത്രമേ ഉള്ളൂ. അത് വളരെ കുറവ് വാല്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് തന്നെ. ഇപ്പൊ നോ ലോഡില് ഞാനൊരു ഇൻപുട്ട് വോൾട്ടേജ് V1 കൊടുത്തു പ്രൈമറിയിലേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പ്രൈമറിയിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അത് പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ് V1 ആണെങ്കിൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ടിനെ വിളിക്കുന്ന പേര് നോ ലോഡ് പ്രൈമറി കറണ്ട് I0 എന്നാണ്. ഈ I0ക്ക് രണ്ട് പ്രധാന കമ്പോണന്റുകളുണ്ട്. ഒരു റിയാക്റ്റീവ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് IM, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഓർ വർക്കിംഗ് കമ്പോണന്റ് IW. ഓക്കെ, I0യുടെ രണ്ട് കമ്പോണൻസ് ആണ് IM ഉം IW ഉം. ഓക്കെ, അതിൽ മാഗ്നറ്റൈസിങ് കമ്പോണന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റൈസിങ് ഫ്ലക്സ്. സോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ മാഗ്നറ്റൈസിങ് കമ്പോണന്റിനെ എനിക്ക് ഫ്ലക്സിന് ഇൻഫേസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് കമ്പോണന്റ് ആണ്. ആക്ച്വലി അതാണ് എന്ത് ചെയ്യുന്നത്? റിയൽ പവറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റിയൽ പവർ ആണ് ഹിസ്റ്റീരിസിസ് ലോസും എഡി കറന്റ് ലോസും ഉണ്ടാക്കുന്നത് കോറിൽ. അത് കൂടാതെ നെഗ്ലിജിബിൾ കോപ്പർ ലോസും ഉണ്ടാക്കുന്നത് പ്രൈമറിയിൽ. സോ നമുക്ക് ഈ വർക്കിംഗ് കമ്പോണന്റിനെ ഇൻഫേസ് വിത്ത് വോൾട്ടേജ് V1 ആയിട്ട് വരയ്ക്കാൻ സാധിക്കും നമ്മുടെ നോ ലോഡിന്റെ കേസിൽ. അപ്പം ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കാം. ഇത് കണക്ട് ചെയ്തിട്ട് ഇതാ നമ്മൾ വരയ്ക്കാൻ പോവാണ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡിന്റെ ഫേസർ ഡയഗ്രാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഫ്ലക്സ് ഫൈ ആണ് എന്ത് ചെയ്യുന്നത്? റെഫറൻസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? രണ്ട് വൈൻഡിങ്ങിലും കോമൺ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ്. സോ ഫൈ ഞാൻ റെഫറൻസ് ആക്കി എടുത്തു. സോ റെഫറൻസ് ഫ്ലക്സ് ഫൈ. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF പ്രൈമറിയിലും സെക്കൻഡറിയിലും നമ്മുടെ ഈ ഫ്ലക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. സോ ഞാൻ ഫ്ലക്സിൽ നിന്നും 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ട് E2ഉം E1ഉം വരച്ചു. E2ന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലും E1ന്റെ മാഗ്നിറ്റ്യൂഡ് ലേശം കുറച്ചും വരച്ചു. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി ലാഗ് ചെയ്ത് വരച്ചു. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഈസ് ഡ്രോൺ ഇൻ ഫേസ് വിത്ത് ഫ്ലക്സ് ഫൈ. സോ IM എന്ന് പറയുന്നത് ഫ്ലക്സ് ഫൈന് ഇൻഫേസ് ആയിട്ട് വരച്ചു. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ഫ്ലക്സ് വോൾട്ടേജ് V1, അപ്ലൈഡ് വോൾട്ടേജ് V1 എന്ന് പറയുന്നത് ആക്ച്വലി E1നെ ഒപ്പോസ് ചെയ്യുന്ന രീതിക്കായിരിക്കും V1 ഇരിക്കുന്നത്. സോ E1ന് ഡയറക്റ്റ് ഒപ്പോസിഷൻ ആയിട്ട് V1 വരച്ചു. ഓക്കെ, ആ V1ൽ ഇൻഫേസ് ആയിട്ട് IW ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ IW ഉം IM ഉം ചേരുന്നതാണ് I0. സോ I0 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഫേസർ സം ഓഫ് IW ആൻഡ് IM. സോ ഇങ്ങോട്ട് IW മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് IM മാർക്ക് ചെയ്തു. അതിന്റെ രണ്ടിനെയും ഫേസർ സമ്മായിട്ട് ഞാൻ I0യും മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഈ ആംഗിൾ ആക്ച്വലി എന്തായിരിക്കും? 50 ആയിരിക്കുമല്ലോ. V1 ആംഗിൾ 50 മാറിയിട്ടാണ് I0യിൽ ഇരിക്കുന്നത്. സോ ഈ ഫേസ് ഡിഫറൻസ് 50 ആണ്.
ഓക്കെ, സോ ഇത് ഈ ഫേസ് ഡിഫറൻസ് 5 ആണെങ്കിൽ ഐ ഡബ്ല്യുയും ഐ എമ്മിന്റെയും വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ യൂസിങ് ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ്. ഐ ഡബ്ല്യു എന്താണ്? ഇറ്റ് ഈസ് I0 cos 50. ഓക്കെ, അതായത് ഇതിനെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും റിസോൾവ് ചെയ്യുക. സോ ഐ ഡബ്ല്യു ഈസ് ഈക്വൽ ടു I0 cos 50, ഐ എം ഈസ് ഈക്വൽ ടു I0 sin 50 എന്ന് കിട്ടും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണെങ്കിൽ I0 ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് IW² പ്ലസ് IM² എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആക്ച്വലി ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡിന്റെ കേസിൽ എന്ത് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ട്രാൻസ്ഫോമർ തന്നെ ലോഡിൽ എങ്ങനെ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് കയറുന്നത്. അപ്പം ലോഡ് വരണം. ലോഡ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ടഡ് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ ഒരു ലോഡ് കണക്ട് ചെയ്തു. സോ V1 ഈസ് ദ പ്രൈമറി ഇൻപുട്ട് വോൾട്ടേജ്, പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF ഈസ് E1, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ഈസ് E2, ആൻഡ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഈസ് N2, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഈസ് N1, ആൻഡ് V2 ഈസ് ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, ഈ R1ഉം X1ഉം R2ഉം X2ഉം അത് ആക്ച്വലി പ്രൈമറി റെസിസ്റ്റൻസ്, പ്രൈമറി ലീക്കേജ് റിയാക്ടൻസ്, അതുപോലെ സെക്കൻഡറി റെസിസ്റ്റൻസ്, സെക്കൻഡറി ലീക്കേജ് റിയാക്ടൻസ്. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ അങ്ങനെ നമ്മൾ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസും കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിൽ ഇപ്പം നമ്മൾ നോക്കാം, ഇപ്പം റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്ടൻസും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ V1 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു E1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? പക്ഷെ പ്രാക്ടിക്കലി അത് ഒരിക്കലും പോസിബിൾ അല്ല. എന്തായാലും അവിടെ ഒരു റെസിസ്റ്റൻസിന്റെയും ഇൻഡക്ടൻസിന്റെയും ലീക്കേജ് റിയാക്ടൻസിന്റെയും എഫക്റ്റ് ഉണ്ട് നമുക്ക്. സോ V1 എന്ന് പറയുന്നത് ഈ അപ്ലൈഡ് വോൾട്ടേജ് ഇതിന് അക്രോസ് ഡ്രോപ്പ് കഴിച്ചിട്ടാണ് ബാക്കി ഇവിടെ E1 ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ E1 ഈസ് ഓൾവേസ് ലെസ് ദാൻ V1. ഓക്കെ, അതുകൂടാതെ E2 ഉണ്ടായി കഴിഞ്ഞു. ആ E2 ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലോസ് കഴിച്ചിട്ടാണ് V2 ആയിട്ട് മാറുന്നത്. സോ V2 എന്ന് പറയുന്ന E2നേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേസിലോട്ട് വരാം. ട്രാൻസ്ഫോമർ ലോഡഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്ത് സംഭവിക്കും? ഒരു ലോഡ് ചെയ്തു കൊടുത്താൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് I2. ഓക്കെ, I2 എന്ത് ചെയ്യും? സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം, R1ഉം X1ഉം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V1 ഈ ഡ്രോപ്പ് കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? E1 ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ E1 ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ E1 വിൽ ബി ഓൾവേസ് ലെസ് ദാൻ V1. ഓക്കെ, അതുപോലെ സെക്കൻഡറിയുടെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? R2 X2 എന്ന് പറയുന്ന രണ്ട് കമ്പോണന്റ് അവിടെ ഉണ്ട്. സോ E2 എന്ന് പറയുന്നത് എപ്പോഴും V2നേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ V2 വിൽ ബി ഓൾവേസ് ലെസ് ദാൻ E2 എന്ന് എഴുതാൻ പറ്റും എനിക്ക്. കാരണം E2 എന്നുള്ളതിൽ നിന്ന് ആ ഡ്രോപ്പ് കഴിച്ചിട്ടാണ് V2 ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലോഡ് കേസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റീവ് ലോഡ്. ഓക്കെ, ട്രാൻസ്ഫോമറിന് അക്രോസ് ഞാനൊരു ഇൻഡക്റ്റീവ് ലോഡ് കണക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? I2 എന്നൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവുമല്ലോ. ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ പ്രത്യേകതയുണ്ട്. എന്താണ്? I2 ലാഗ് ബിഹൈൻഡ് വോൾട്ടേജ് V2 ബൈ ആംഗിൾ ∅2. ഓക്കെ, I2 എന്ന് പറയുന്നത് വോൾട്ടേജ് V2വിൽ നിന്നും ∅2 ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതാണ് ഇൻഡക്റ്റീവ് ലോഡിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ലാഗിങ് പവർ ലോഡ് ആയിരിക്കും അത്. ഓക്കെ, ആ കേസിൽ ആക്ച്വലി നമുക്ക് പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത്, ടോട്ടൽ പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് ലോഡ് കണക്ട് ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, എന്താണ് രണ്ട് കമ്പോണൻസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു നോ ലോഡ് കറണ്ട് I0. അത് എന്തിനാ ആക്ച്വലി? ടു മീറ്റ് അയൺ ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ ആൻഡ് ടു പ്രൊവൈഡ് ഫ്ലക്സ് ഇൻ ദ അയൺ കോർ. ഓക്കെ, അത് കൂടാതെ ഈ സെക്കൻഡറി കറണ്ട് I2വിനെ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റിനെ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു I2' എന്ന് പറയുന്ന ഒരു റിഫ്ലക്റ്റിംഗ് കറന്റ് കമ്പോണന്റ് എവിടെ ഉണ്ടാവും? നമ്മുടെ പ്രൈമറിയിൽ ഉണ്ടാവും. ഓക്കെ, സോ പ്രൈമറി കറണ്ട് I1ന് രണ്ട് പ്രധാന കറണ്ടുകൾ ഉണ്ടാവും. ഒന്ന് നോ ലോഡ് കറണ്ട് I0, ദെൻ കൗണ്ടറാക്ട്, അതായത് കറണ്ട് I2' ടു കൗണ്ടറാക്ട് ദ ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് സെക്കൻഡറി കറണ്ട് I2. ഓക്കെ, എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി I2' ഉണ്ടാവുന്നത്? ആ കാര്യം കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ I2' ഉണ്ടാവുന്നത്? ആ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം സെക്കൻഡറി കറണ്ട് I2 ഫ്ലോ ചെയ്യുമ്പോൾ ആ സെക്കൻഡറിയിലൂടെ I2 കാരണം അതിന്റെ തന്നെ ഒരു MMF പ്രൊഡ്യൂസ് ആവും. N2 I2 എന്ന് പറയുന്ന ഒരു MMF അല്ലെങ്കിൽ ആംബിയർ ടേൺസ് പ്രൊഡ്യൂസ് ആവും. അത് കാരണം സെക്കൻഡറിയിൽ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ആവും. ആ ഫ്ലക്സ് ∅2 എന്ന് വിളിക്കാം നമുക്കതിനെ.
ഓക്കെ, സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് φ2 എന്ന് പറയുന്നത് എന്ത് നേച്ചർ ആയിരിക്കും? നമ്മുടെ നോലോഡ് ഫ്ലക്സ് മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിക്കായിരിക്കും സെക്കൻഡറി ഫ്ലക്സ് φ2 ആക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് നോലോഡ് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിക്ക് φ2 ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ N2 I2 നമ്മൾ ഒരു പേരും കൂടെ വിളിക്കും. എന്താണ്? ഡീമാഗ്നറ്റൈസിങ് ആംബിയന്റ് എന്ന് വിളിക്കാം എനിക്ക് അതിനെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒപ്പോസിങ് ഫ്ലക്സ് φ2 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ ഫൈയെ കുറക്കും, അല്ലെങ്കിൽ അതിന്റെ ഒപ്പോസ് ചെയ്തിട്ട് വീക്കൻ ചെയ്യാൻ തുടങ്ങും ഫൈയെ. അപ്പൊ എന്ത് സംഭവിക്കും? പ്രൈമറിയിൽ ഉണ്ടാവുന്ന EMF E1 എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ E1 കുറഞ്ഞു എപ്പോഴാണോ V1 എന്ന് പറയുന്നത് E1നെക്കാളും പെട്ടെന്ന് കൂടി പോകുന്ന ഒരു അവസ്ഥ വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? പ്രൈമറിയിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ അഡീഷണൽ കറണ്ടിനെയാണ് എന്ത് ചെയ്യാൻ വിളിക്കുന്നത്? I2' എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ അഡീഷണൽ കറന്റ് ആണ് I2' എന്ന് പറയുന്നത്. ആക്ച്വലി ആ അഡീഷണൽ കറണ്ട് I2' ഉണ്ടാവാൻ കാര്യം എന്താണ്? സെക്കൻഡറിയിലുള്ള കറണ്ട് I2 കാരണമാണ് പ്രൈമറിയിലൂടെ ഈ I2' എന്ന് കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ കറണ്ട് I2' നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി N2 നമ്മുടെ സെക്കൻഡറി കൊണ്ട് തന്നെയാണ് പ്രൈമറിയിൽ ഇത് ഉണ്ടാവുന്നത്. സോ N1 I2' ഈസ് ഈക്വൽ ടു N2 I2 എന്ന് എഴുതാലോ എനിക്ക്, അല്ലേ? N1 I2' ഈക്വൽ ടു N2 I2 എന്ന് എഴുതാം. അതിൽ നിന്നും I2' എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി N2/N1 ഇൻറ്റു I2 എന്നാണ്, അല്ലേ? അപ്പം N2/N1 ഇൻറ്റു I2 എന്ന് കിട്ടും. ഇതിൽ N2/N1 ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ടേൺസ് റേഷ്യോ K, അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വിളിക്കാം എനിക്ക് അതിനെ. അപ്പൊ K എന്ന് വിളിക്കാം. സോ KI2 ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് K എന്താന്നുള്ളത്. സോ I2' ഈക്വൽ ടു KI2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൈമറി കറണ്ട് I0യെ ഏതിൻ്റെയൊക്കെ സമ്മായിട്ട് എഴുതാം? സോറി, ടോട്ടൽ പ്രൈമറി കറണ്ട് I1നെ ഏതിൻ്റെയൊക്കെ സമ്മായിട്ട് എഴുതാം? നോലോഡ് കമ്പോണന്റ് I0യുടെയും അതുകൂടാതെ ഈ I2'ന്റെയും എന്തായിട്ട്? ഫേസർ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ I1 ഈസ് ഈക്വൽ ടു I0 പ്ലസ് I2', വെക്ടർ I0 പ്ലസ് വെക്ടർ I2'. അതിൽ I2' എന്താണ്? ആക്ച്വലി K ഇൻറ്റു I2 ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന ലോഡിന്റെ കേസിലുള്ള ഫിഗർ, ആ ഫിഗർ ഓർത്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വോൾട്ടേജ് V1 എന്ന് പറയുന്നത് R1 X1ലുള്ള ഡ്രോപ്പ് കഴിച്ചിട്ടാണ് E1 ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ലൈഡ് വോൾട്ടേജ് V1ന്റെ ഇക്വേഷൻ ആ ഒരു ഡയഗ്രാം മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് എഴുതിക്കൂടെ? അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡയഗ്രാം, നമ്മൾ ലോഡിന്റെ കേസിൽ രണ്ട് ഡയഗ്രാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് R1 X1 R2 X2 എന്ന് പറയുന്ന കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഡയഗ്രാം ഉണ്ട്. അതിനകത്ത് V1ന്റെയും V2ന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആ ഡയഗ്രത്തിലോട്ടൊന്ന് പോവാം. ഇതിനകത്ത് നോക്കിയേ നിങ്ങൾ, ഈ V1 എന്ന് പറയുന്നത് E1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, V1 ഇങ്ങോട്ട്. സോ എനിക്ക് V1ന്റെ ഇക്വേഷൻ എഴുതണം. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇതിനകത്ത് KVL അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയേ. KVL അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? V1 ഈസ് മൈനസ് E1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് JX1 എന്നായിരിക്കും, ആണല്ലോ. V1 ഈസ് ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് JX1 എന്നായിരിക്കും. ഈ R1 പ്ലസ് JX1 ഈസ് ആക്ച്വലി ഇംപിഡൻസ്, പ്രൈമറി ഇംപിഡൻസ് എന്ന് വിളിക്കാം എനിക്ക് അതിനെ. സോ മൈനസ് E1 പ്ലസ് I1 Z1 എന്ന് മാറ്റി എഴുതാം എനിക്ക് അതിനെ. അതുപോലെ നിങ്ങൾ സെക്കൻഡറിയിൽ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. സെക്കൻഡറിയിൽ V2 എന്ന് പറയുന്നത്, V2 എന്ന് പറയുന്നത് E2 മൈനസ് I2 ഇൻറ്റു R2 പ്ലസ് JX2 എന്നായിരിക്കും, അല്ലെങ്കിൽ E2 മൈനസ് I2 Z2 എന്നായിരിക്കും. സോ V1ന്റെയും V2ന്റെയും ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നും ഡയറക്റ്റ് എഴുതെടുക്കാൻ പറ്റും. കാരണം നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ, റൈറ്റ്? അപ്പൊ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ആകുമ്പോൾ പ്രൈമറി റെസിസ്റ്റൻസും പ്രൈമറി ലീക്കേജ് റിയാക്ടൻസും സെക്കൻഡറി റെസിസ്റ്റൻസും സെക്കൻഡറി ലീക്കേജ് റിയാക്ടൻസും കൺസിഡർ ചെയ്യണം. ഓക്കെ, ഐഡിയൽ ആണെങ്കിൽ മാത്രമേ V1 ഈക്വൽ ടു എക്സാക്ട്ലി E1 ആവുള്ളൂ. ഈ ലോസ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഇല്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തായി? V1 ഈസ് ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് JX1, I1 ഇൻറ്റു R1 പ്ലസ് JX1 ഈക്വൽ ടു മൈനസ് E1 പ്ലസ് I1 Z1. V2 is equal to E2 minus I2 into R2 plus JX2, that is equal to E2 minus I2 Z2 എന്ന് കിട്ടും.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. ഇത് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഫസ്റ്റ് ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ ഈ സാധനമാണ് നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിലെ ഫേസർ ഡയഗ്രാം നമ്മൾ വരച്ചെടുക്കേണ്ടത്. കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രൊസീജിയർ അറിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, ഫ്ലെക്സ് 5 ആണ് റെഫറൻസ് ഫേസർ ആയിട്ട് എടുക്കുന്നത്. നോക്കിയേ, ഫ്ലെക്സ് 5 ആണ് എന്ത്, എൻ്റെ റെഫറൻസ് ഫേസർ. സോ ഞാനത് റെഫറൻസ് ആയിട്ട് വരച്ചു. ഇങ്ങനെയാണ് റെഫറൻസ് ഫേസർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മൾ I0 എന്ന് പറയുന്ന കറണ്ട് മാർക്ക് ചെയ്യും. I0 എങ്ങനെയാ മാർക്ക് ചെയ്യുന്നത്, ദാറ്റ് I0 lags V1 by 50. ഓക്കെ, I0 lags V1 by 50. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ I0 മാർക്ക് ചെയ്യുന്നത്. സോ I0 എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഇതുപോലെ കുറച്ച് മുകളിലോട്ട് മാറി 50 മാറിയിട്ടായിരിക്കും എൻ്റെ I0 കിട്ടുന്നത്. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾ E1ഉം E2 ഉണ്ട് ആണല്ലോ, ബോത്ത് E1 ആൻഡ് E2. E1 E2 എന്ത് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് കിടക്കുന്നത്, ഫ്ലെക്സ് 5ൽ നിന്നും 90 ഡിഗ്രി മാറിയിട്ടാണ് E1 E2 കിടക്കുന്നത്, ലാഗ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് മാറി കിടക്കുന്നു E1 E2. E1 എന്ന് പറഞ്ഞ് കുറച്ച് ചെറിയ വാല്യൂ ആയിരിക്കും, E2 കൂടുതൽ വാല്യൂ ആയിരിക്കും. സോ ഇങ്ങോട്ട് മാറി കിടക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് വേണ്ട എന്താണ്, അതായത് ഇവിടെ ഈ സാധനങ്ങൾ വരച്ചു, ഇത് വരച്ചു, ഞാൻ I0 വരച്ചു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് കറണ്ട് I2 മാർക്ക് ചെയ്യണം. I2 എന്ന് പറയുന്ന കറണ്ട് എന്താണ്, ആക്ച്വലി V2ൽ നിന്നും 5 മാറിയിട്ടാണ് I2 കിടക്കുന്നത് അല്ലേ. അപ്പം ആദ്യം എന്ത് ചെയ്യണം, V2 മാർക്ക് ചെയ്യണം. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ V2 എന്ന് പറയുന്ന വോൾട്ടേജ് മാർക്ക് ചെയ്യാം. ഓക്കെ, V2 എന്ന് പറയുന്ന വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കുക. അതിൽ നിന്നും 5 ആംഗിൾ മാറിയിട്ടാണ് I2 കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ലാഗ്, V2ഉം I2ഉം തമ്മിൽ 5 ആംഗിൾ ലാഗ് വരാൻ കാര്യം, നമ്മളത് ഇൻഡക്റ്റീവ് ലോഡാണ് അല്ലേ. സോ ലാഗിങ് ആയിരിക്കും. സോ V2ൽ നിന്നും 5 എന്ന് പറയുന്നത് ലാഗ് ചെയ്തിട്ടായിരിക്കും I2 കിടക്കുന്നത്. സോ ഈ I2 ഇങ്ങോട്ട് 5 മാറി വരച്ചു ഞാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ I2ന് എക്സാക്ട് ഓപ്പോസിഷൻ ആയിട്ടാണ് I2' ഇരിക്കുന്നത് ആണല്ലോ. I2ന് എക്സാക്ട് ഓപ്പോസിഷൻ ആയിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ I2' ഇരിക്കുന്നത്. ഓക്കെ, സോ I2, അതായത് I2 കൊണ്ട് തന്നെയാണ് I2' ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം. സോ I2ന് ഡയറക്റ്റ് ഓപ്പോസിഷൻ ആയിട്ട് എന്ത് വരച്ചു ഞാൻ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് I2' വരച്ചു ഞാൻ. ഓക്കെ, അതിൽ ആക്ച്വലി ടെക്സ്റ്റിൽ I1' എന്നാണ് കിടക്കുന്നത്. അത് ഞാൻ ആക്ച്വലി ചെയ്തതിന്റെ പേരിൽ മാറ്റിയേ ഉള്ളൂ. I2' എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് I2' ആക്കിയേ ഉള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. സോ I2ന് എക്സാക്ട് ഓപ്പോസിഷൻ, ഡയറക്റ്റ് ഓപ്പോസിഷൻ ആയിട്ട് ഞാൻ I2' മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രൈമറി കറണ്ട് I1 എന്ന് പറയുന്നത് I2'ന്റെയും I0യുടെയും ഫേസർ സം ആണല്ലോ. സോ ഫേസർ സം എനിക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, I0 ഇങ്ങോട്ട് വന്നു, I2' ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. സോ I0 ഇങ്ങോട്ട്, I2 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും. അതാണ് ആക്ച്വലി എന്ത്, എന്റെ I1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടി നമുക്ക്. ഇനി എന്ത് വേണം, നമുക്ക് ആ ലോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് V1 V2 എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അടുത്ത ഘട്ടത്തിൽ നോക്കിയേ, അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, E1 ഇതാ എനിക്ക് കിട്ടിയല്ലോ. ഇവിടെ E1 എവിടെ നിന്ന് കിട്ടി, E1ൽ നിന്നും ഡയറക്റ്റ് ഓപ്പോസിഷൻ ആയിട്ട് എനിക്ക് എന്ത് വരയ്ക്കാം, -E1 മാർക്ക് ചെയ്യാം അല്ലേ. E1 ഇങ്ങോട്ടാണേ -E1 മുകളിലോട്ടായിരിക്കും. -E1 ഇങ്ങോട്ട് വരയ്ക്കാം എനിക്ക്, സെയിം മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത്. ഓക്കെ, E1 ഇങ്ങനെ മാർക്ക് ചെയ്തു. അടുത്ത ഘട്ടത്തില് പ്രൈമറിന്റെ കേസിൽ എന്തുണ്ട്, റെസിസ്റ്റൻസ് ഡ്രോപ്പും ഉണ്ട്, ലീക്കേജ് റിയാക്ടൻസിന്റെ ഡ്രോപ്പും ഉണ്ട്. സോ റെസിസ്റ്റൻസ് ഡ്രോപ്പ് I1 R1 എന്ന് പറയുന്നത് ഈ I1ന് ഇൻഫേസ് ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ വരച്ച കിട്ടിയ ഈ റിസൾട്ടന്റ് കിട്ടിയ I1ന് ഇൻഫേസ് എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, I1 R1 മാർക്ക് ചെയ്യാം. ഈ ലൈനിന് സെയിം പാരലൽ ആയിട്ടാണ് ഈ I1 R1 മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, I1 R1ന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യാം, I1 X1 മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി മാറിയിട്ട് I1 X1 കിടക്കും.
അപ്പം ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആയിരിക്കും എന്ത് പറയും, നമ്മുടെ I1Z1. അത് ആക്ച്വലി ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ? വേണമെങ്കിൽ മാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. I1Z1 എന്ന് പറഞ്ഞ് ഇതിന്റെ റിസൾട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ റിലേഷൻ ഉണ്ട്. V1 എന്ന് പറയുന്നത് -C1 പ്ലസ് I1R1 പ്ലസ് I1X1 അല്ലെങ്കിൽ -C1 പ്ലസ് I1 ഇൻറ്റു R1 പ്ലസ് JX1. അപ്പം അതാണ് ആക്ച്വലി എന്ത് നമ്മുടെ V1 എന്ന് പറയുന്നത്. സോ ഇതിന്റെയും റിസൾട്ടന്റ് ആണ് ആക്ച്വലി എന്ത് നമ്മുടെ V1. നമുക്ക് കിട്ടിയല്ലോ ഫേസർ ഡയഗ്രത്തിൽ നിന്നും. അതുപോലെ സെക്കൻഡറിയിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. സെക്കൻഡറിയിൽ ഞാൻ പറഞ്ഞു ഇതാണ് V2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് V2 എന്ന് പറയുന്നത്. V2ൽ നിന്നും എന്ത് ചെയ്യണം? V2ൽ നിന്നും I2ന് പാരലായിട്ടുള്ള ലോസ് ആണ് I2R2. സോ ഇവിടെ വരുന്ന I2 ഇല്ലേ, ഈ I2ന് പാരലായിട്ട് എന്ത് വരയ്ക്കുക? I2R2 വരയ്ക്കുക. ഓക്കെ, I2ന് പാരലായിട്ട് I2R2 വരയ്ക്കുക. I2R2ന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി മാറിയിട്ട് I2X2 കിടക്കും നമുക്ക്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് വരുവാണെങ്കിൽ ഇവിടെ I2Z2 എന്നേ വരും. ഞാൻ വരച്ചിട്ടില്ല അത്. സോ I2X2 ഇവിടെ വരും. അപ്പം V2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? V2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? I2R2, I2X2, E2 ഇതിന്റെ മൂന്നിന്റെ സമ്മാണ്. അല്ലെങ്കിൽ V2 is equal to I2 into R2 plus JX2 plus V2 plus E2. അല്ലെങ്കിൽ നമ്മുടെ അത് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ സൈനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E2 മൈനസ് I2 into R2 പ്ലസ് JX2 എന്നായിരിക്കും കിട്ടുന്നത്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ലാഗിങ്ങിന്റെ കേസിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റി. അപ്പം ഇതാണ് ആക്ച്വലി എന്ത് നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ എന്തായിരിക്കും മാറ്റം വരിക? കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അവിടെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വോൾട്ടേജ് V2ഉം I2ഉം ∅2 ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരുന്നു ഇൻഡക്റ്റീവിന്റെ കേസിൽ. ഇവിടെ എന്തായിരിക്കും? V2 I2 റെസിസ്റ്റീവ് ലോഡാണെങ്കിൽ V2ഉം I2ഉം ഇൻ ഫേസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ നേരത്തെ തൊട്ട് മുന്നത്തെ കേസിൽ I2 ∅2 ആംഗിൾ മാറിക്കിടന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇൻ ഫേസ് ആയിട്ട് കിടക്കും. സോ I2 ഇൻ ഫേസ് വിത്ത് V2, അതിന് പാരലായിട്ട് I2R2 വരും, പെർപെൻഡിക്കുലർ ആയിട്ട് I2X2 വരും. ബാക്കി ഇവിടെ കോമൺ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇവിടെ I2 താഴോട്ട് ഇറങ്ങി വന്നാൽ അതിന് ഡയറക്റ്റ് ഓപ്പോസിഷനായിട്ട് I2' വരും. ഓക്കെ, അതും I0യും കൂടെ ഉള്ള റിസൾട്ടന്റ് I1 ആയി. I1ന് പാരലായിട്ട് I1R1, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് I1X1, ഇതിന്റെ റിസൾട്ടന്റ് V1 ആയി. കിട്ടിയല്ലോ. അതായത് ഇൻഡക്റ്റീവ് കിട്ടിയാൽ ഡയറക്റ്റ് അതിൽ നിന്നും എനിക്ക് കപ്പാസിറ്റീവിന്റെ റെസിസ്റ്റീവിന്റെ വരയ്ക്കാൻ പറ്റും. ഇനി കപ്പാസിറ്റീവും ഇതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയേ, കപ്പാസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാറ്റം? V2 എന്ന് പറയുന്നത് I2 എന്ന് പറയുന്ന ലീഡിങ് ആയിരിക്കും ആണല്ലോ. അതായത് ഇപ്പുറത്തെ കേസിൽ ഇൻഡക്റ്റീവിന്റെ കേസിൽ ഇങ്ങോട്ട് ലാഗിങ് ആയിരുന്നു, റെസിസ്റ്റീവിന്റെ കേസിൽ ഇൻ ഫേസ് ആയിരുന്നു. ഓക്കെ, കപ്പാസിറ്റീവ് വരുന്ന സമയത്ത് എന്തായിരിക്കും? ലീഡിങ് ആയിരിക്കും, ഇങ്ങോട്ടായിരിക്കും I2 കിടക്കുന്നത്, ആംഗിൾ ∅2 മാറിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ I2ന് പാരലായിട്ട് അല്ലെങ്കിൽ ഇൻ ഫേസ് ആയിട്ട് I2R2 വന്നു. അങ്ങനെ തന്നെയല്ലേ വരച്ചേക്കുന്നത്? I2ന് പാരലായിട്ട് I2R2 വന്നു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് I2X2 വന്നു. ഓക്കെ, അതിന്റെ എല്ലാത്തിന്റെയും റിസൾട്ടന്റ് ആയിട്ട് V2 ഇവിടെ മാറിയല്ലോ. ഇവിടെ I2 കിട്ടിയാൽ അതിന് ഡയറക്റ്റ് ഓപ്പോസിഷൻ ആയിട്ട് I2', ഇവിടെ I1' എന്നാണ് കിടക്കുന്നത്, ആക്ച്വലി I2' ആണ്. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്ക് മാറിയതിന്റെ പ്രശ്നമാണ്. ചില റെപ്രസെന്റേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കുഴപ്പമൊന്നുമില്ല. ഇതേ I2' ആണ് ഇവിടെ വരുന്നത്. സോ I2ന് ഡയറക്റ്റ് ഓപ്പോസിഷൻ ആയിട്ട് I2' ഇവിടെ വരും. ഓക്കെ, ഈ I2'ഉം നമ്മളിവിടെയുള്ള I0യും അതിന്റെ റിസൾട്ടന്റ് ആണ് I1 ആയിട്ട് മാറുന്നത് ആണല്ലോ. I0 I2'ന്റെയും റിസൾട്ടന്റ് I1 നമുക്ക് കിട്ടി, പ്രൈമറി കറണ്ട്. ഓക്കെ, ആ പ്രൈമറി കറണ്ട് I1ന് പാരലായിട്ട് I1R1 വരും, അതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ സൈഡിലോട്ട് അടുക്കായിരിക്കും. സോ I1X1 ഇങ്ങോട്ട് വരും, അതിന്റെ റിസൾട്ടന്റ് V1 ആയിട്ട് മാറി. സോ ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം വിത്ത് കപ്പാസിറ്റീവ് ലോഡ്, ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം വിത്ത് റെസിസ്റ്റീവ് ലോഡ്, ഇതെന്ന് പറയുന്നത് ഫേസർ ഡയഗ്രാം വിത്ത് ഇൻഡക്റ്റീവ് ലോഡ്. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എങ്ങനെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം എന്നുള്ള കാര്യമാണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ് കാര്യങ്ങൾ. ആ കമ്പോണൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ മനസ്സിലാക്കി വരച്ച് പഠിച്ചാലേ നമ്മുടെ തലയിൽ നിൽക്കുകയുള്ളൂ. സോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, വീഡിയോസ് ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക. ഓക്കെ, താങ്ക് യു.